കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദിവസനിലായിരിക്കുന്ന വാത്സല്യ ദൈവമക്കൾക്ക് വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. നീതീകരണം എന്നൊരു വിഷയത്തിൻ്റെ റോമർ 5-ൻ്റെ 1-ാം വാക്യം, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവ് യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. ആ വിഷയത്തിൻ്റെ 2-ാമത്തെ എപ്പിസോഡാണ്. സ്തോത്രം. റോമാലേഖനം നമ്മൾ പഠിക്കുമ്പോൾ നീതീകരണം, വിശുദ്ധീകരണം, തേജസ്കരണം എന്ന ഈ 3 പഠനങ്ങൾ റോമാലേഖനത്തിലും മറ്റ് ഇതര ലേഖനങ്ങളിലും ഉടനീളം നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ പഠിച്ചെടുക്കാൻ കഴിയുന്ന ഒരു മനോഹരമായ സബ്ജക്റ്റാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതാരും അത്ര കണ്ട് അങ്ങോട്ട് ശ്രദ്ധ കൊടുക്കാറില്ലെന്ന് തോന്നിപ്പോവുക. പലരുടെയും പ്രസംഗം കേട്ടിട്ട് ഈ വിഷയത്തെക്കുറിച്ചുള്ള അജ്ഞതകൾ അവർക്കുണ്ടോ എന്നൊരു സംശയം എനിക്കുണ്ട്. പൗലോസിൻ്റെ ഒരു ശ്രദ്ധേയമായ പഠിപ്പിക്കലാണ് നീതീകരണം, വിശുദ്ധീകരണം, തേജസ്കരണം. അത് ഈ റോമാലേഖനത്തിൽ ചിതറിക്കിടക്കുന്നു. മറ്റു പല ഭാഗങ്ങളിലൊക്കെ ചിതറിക്കിടക്കാണ്. കോഴി ചിക്കുന്ന പോലെ ചിക്കിയെടുത്ത് ഉപവാക്യങ്ങളൊക്കെ ലിങ്ക് ചെയ്ത് പഠിച്ചാലേ ഈ വിഷയത്തിൻ്റെ ഗൗരവം എന്താണെന്ന് മനസ്സിലാകും. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ നീതീകരണം ദൈവം നമ്മോട് കാണിച്ച ഒരു കരുണയാണ്. നാം ചെയ്ത പാപം നിമിത്തം നമ്മൾ മരിച്ച് നമ്മൾ നിത്യമായ നരകത്തിലേക്ക് നമ്മൾ തള്ളിക്കളയേണ്ട ആ സാഹചര്യത്തിൽ ദൈവപുത്രനായ യേശുക്രിസ്തു സർവ്വലോകത്തിൻ്റെയും പാപത്തെ ചുമന്നൊഴിക്കുന്ന കുഞ്ഞാടായിട്ട് വന്ന് മാനവജാതിയുടെ പാപപരിഹാരത്തിന് വേണ്ടി മരിച്ചു. ആ മരിച്ചു കഴിഞ്ഞപ്പോൾ ഏതൊരു വ്യക്തിക്കും ആ യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിൽ വിശ്വസിച്ച് യേശു എൻ്റെയും പാപത്തിന് വേണ്ടിയാണ് മരിച്ചെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ചാൽ ആ നീതീകരണം, ദൈവത്തിൻ്റെ നീതീകരണം അവന് ഫ്രീ ആയിട്ട് കിട്ടുക. അതാണ് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ ശക്തമായിട്ടെടുത്ത് പറഞ്ഞത്. എന്നാൽ ഇന്ന് വിശുദ്ധീകരണം, തേജസ്കരണം, റോമാലേഖനം ശക്തമായി പഠിപ്പിക്കുന്ന പഠനങ്ങളാണ് ഈ 3 പഠനങ്ങൾ. നീതീകരണം, ജസ്റ്റിഫിക്കേഷൻ, വിശുദ്ധീകരണം, സാൻറ്റിഫിക്കേഷൻ, തേജസ്കരണം, ഗ്ലോറിഫിക്കേഷൻ. ഈ 3 കാര്യങ്ങൾ, ഇത് 3 നമ്മൾ പഠിച്ചെടുക്കണം. നീതീകരണം കർത്താവിൻ്റെ ഭാഗത്ത് നിന്ന് കർത്താവ് ചെയ്തു തന്നു. എങ്ങനെ ചെയ്തു തന്നു? യേശു എൻ്റെ പാപത്തിന് വേണ്ടിയും കൂടിയാണ് മരിച്ചെന്ന് വിശ്വസിച്ചപ്പോൾ ദൈവം നമ്മെ നീതീകരിച്ചു. അതാണ് ജസ്റ്റിഫിക്കേഷൻ. ആ സൗജന്യമാണ്. ആ നീതീകരണം പ്രാപിച്ചവൻ നീതി ചെയ്ത് വിശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ടിരിക്കണമെന്നാണ് ദൈവവചന വ്യവസ്ഥ. അങ്ങനെ നീതി ചെയ്ത് വിശുദ്ധീകരണം പ്രാപിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആണ് നമ്മൾ തേജസ്കരണത്തിലേക്ക് നടത്തപ്പെടുന്നത്. എന്താണ് തേജസ്കരണം? തൻ്റെ പുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുക. അതെപ്പോഴാണ് സംഭവിക്കുന്നത്? കർത്താവിൻ്റെ വരവിൽ. പ്രിയമുള്ളവരെ, നമ്മിൻ്റെതാകുന്ന ഇതൊരു പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ അവനെ താൻ ഇരിക്കുന്നത് പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവരോട് സദൃശന്മാരാകും. അങ്ങനെയാണ് തേജസ്കരണം നടക്കുന്നത്. ഹല്ലേലൂയ. കർത്താവ് വരുമ്പോൾ സംഭവിക്കും. നീതീകരണം ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്ന് ദൈവം നമുക്ക് ചെയ്തു തന്നു. ഈ വിശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ നടുക്കത്തെ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മുടെ ഭാഗത്ത് നിന്ന് നമ്മൾ ചെയ്തെടുക്കേണ്ടതാണ്. ഒരു മനുഷ്യായുസ് മുഴുവൻ നാം നമ്മെ തന്നെ വിശുദ്ധീകരിക്കണം. ഞാൻ നേരത്തെ വായിച്ച യോഹന്നാൻ്റെ ആ വാക്യത്തിൽ ആ സത്യം കിടപ്പുണ്ട്. ഞാനത് നിങ്ങളെ ഒന്ന് വായിച്ച് ഗ്രഹിപ്പിക്കാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. യോഹന്നാൻ അപ്പോസ്തലൻ മനോഹരമായത് പറയുന്നുണ്ട്. യോഹന്നാൻ്റെ ലേഖനം 1-ാം ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 2-3 വാക്യങ്ങൾ. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ അവനെ താൻ ഇരിക്കുന്നത് പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും. നീതീകരണം പ്രാപിച്ച വ്യക്തിക്ക് കിട്ടുന്ന മഹത്തരമായ അനുഭവം എന്താണ്? കർത്താവ് പ്രത്യക്ഷപ്പെടുമ്പോൾ കർത്താവിനെ പോലൊരു രൂപാന്തര ശരീരം നമുക്ക് കിട്ടും. എൻ്റെ ഈ ശരീരത്തിൽ ഒത്തിരി രോഗങ്ങളുണ്ട്. എടുത്തു പറയാനാണെങ്കിൽ എനിക്കറിയില്ല എന്തൊക്കെ രോഗമുണ്ട്. ചെക്കപ്പെടുത്തിയാൽ അറിയും. എന്നാൽ ഈ രോഗങ്ങളെല്ലാം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ 2-ാമത്തെ പ്രത്യക്ഷതയിൽ കാഹളം ധനിക്കുമ്പോൾ എനിക്ക് ജീവനോടിരുന്നാൽ രൂപാന്തരവും, മരിച്ചു പോയാൽ എനിക്ക് ഉയർപ്പും ലഭിക്കും. അതോടെ എൻ്റെ ശരീരത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളും തീരുകയാണ്.
ഒരു ട്രാൻസ്ഫർമേഷൻ ലഭിച്ചൊരു ശരീരം, ഒരു രൂപാന്തരം പ്രാപിച്ചൊരു ശരീരം എനിക്ക് കർത്താവ് തരുന്നു. അതാണ് ഏറ്റവും പ്രധാനം. ഹല്ലേലൂയ. അപ്പം അങ്ങനെ അത് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ യോഹന്നാൻ അപ്പോസ്തലൻ അത് പറയുന്നുണ്ട്. അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു. നാം നമ്മെ തന്നെ നിർമ്മലീകരിച്ചുകൊണ്ടിരിക്കുക, നമ്മെ തന്നെ വെടിപ്പാക്കിക്കൊണ്ടിരിക്കുക, നമ്മെ തന്നെ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുക. അതൊരു പ്രധാന വിഷയമാണിത്. പലരും വിട്ടുകളഞ്ഞിരിക്കുക. സ്തോത്രം. നമ്മൾ നമ്മളെ തന്നെ വിശുദ്ധീകരിക്കുക, നമ്മെ തന്നെ നിർമ്മലീകരിക്കുക, നമ്മെ തന്നെ കാത്തുകൊള്ളുക, നമ്മെ തന്നെ വെടിപ്പാക്കുക, നാം നമുക്ക് തന്നെ ആത്മീയ വർധന വരുത്തുക, നാം നമുക്ക് തന്നെ ആത്മീയ വളർച്ച വരുത്തുക. ഈ പ്രക്രിയ നമ്മളിൽ നടന്നുകൊണ്ടിരിക്കണം. അതാണ് രണ്ടാമത്തെ വിഷയം. നീതീകരണം, വിശുദ്ധീകരണം. ദൈവം നമ്മെ വിശുദ്ധീകരിക്കണമെങ്കിൽ നാം ദൈവവചന അനുസരിച്ച് ജീവിച്ചു കൊണ്ടിരിക്കണം. യോഹന്നാന്റെ സുവിശേഷത്തിൽ ഇങ്ങനൊരു വാക്യം കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞത് എൻ്റെ ഓർമ്മ, കഴിഞ്ഞ 2-3 എപ്പിസോഡിന് മുമ്പ്. ഞാനിപ്പോൾ സംസാരിച്ച വചനം നിമിത്തം നിങ്ങളിപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു. കർത്താവ് പറഞ്ഞ വചനം കേട്ട് കഴിഞ്ഞപ്പോൾ ശുദ്ധീകരണം കിട്ടിയോ? ഇല്ല. കർത്താവ് പറഞ്ഞ വചനം കേട്ട് അതനുസരിച്ച് കഴിഞ്ഞപ്പോഴാണ് ശുദ്ധീകരണം കിട്ടിയത്. സ്തോത്രം. അപ്പോൾ ഇവിടെ വിശുദ്ധീകരണം നമുക്ക് എങ്ങനെ കിട്ടും? നീതീകരണം കഴിഞ്ഞ അടുത്ത സബ്ജക്റ്റ് വിശുദ്ധീകരണമാണ്. നാം വചനം അനുസരിക്കുമ്പോൾ, നമ്മെ തന്നെ സൂക്ഷിച്ച് വിശുദ്ധിയിൽ ജീവിക്കുമ്പോൾ ഒരു ശക്തമായൊരു പഠനമാണത്. ഈ 3 വിഷയങ്ങൾ ഇത് അടുക്കായിട്ട് നമ്മൾ പഠിച്ച് ഗ്രഹിച്ചനുസരിച്ച് ചെയ്യാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ നിത്യതയെ ബാധിക്കുമെന്ന് പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല. രക്ഷിക്കപ്പെട്ടത് കൊണ്ടോ, സ്നാനപ്പെട്ടത് കൊണ്ടോ, പരിശുദ്ധാംശം പ്രാപിച്ചത് കൊണ്ടോ ഒരു വ്യക്തി സ്വർഗത്ത് പോകണം എന്നില്ല. സ്വർഗത്ത് പോകാനുള്ള ഒരു റൂട്ട് മാപ്പാണ് ഗൂഗിൾ മാപ്പ്. നമ്മൾ ചില സ്ഥലത്തേക്കൊക്കെ പോകാൻ മേപ്പ് ഇട്ട് തരും. ഗൂഗിളിൽ അടിച്ച് മേപ്പ് ഇട്ട് ക്ലിയർ ആയിട്ട് കിട്ടും. അതനുസരിച്ചാണ് പോകുന്നത്. എന്നപോലെ സ്വർഗരാജ്യം പ്രാപിക്കാനുള്ളൊരു ഗൂഗിൾ മേപ്പാണിത്. എന്താ? നീതീകരണം, വിശുദ്ധീകരണം, തേജസ്കരണം. ദൈവം നമ്മെ നീതീകരിച്ചു തൻ്റെ പുത്രനിൽ വിശ്വസിച്ചപ്പോൾ. റോമർ 3:19 മുതൽ 31 വാക്യം വായിച്ച് പിന്നെയും പഠിച്ചുകൊള്ളുക. വളരെ മനോഹരമായ നിലയിൽ അത് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു. അങ്ങനെ നീതീകരണം കിട്ടിയവൻ അടുത്ത് ചെയ്യേണ്ട പരമപ്രധാനമായ വിഷയമാണ് വിശുദ്ധീകരണം, സാന്റിഫിക്കേഷൻ, വിശുദ്ധീകരണം. അത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. നാം നമ്മെ തന്നെ വിശുദ്ധീകരിക്കണം, നമ്മെ തന്നെ വെടിപ്പാക്കണം, നമ്മെ തന്നെ നിർമ്മലീകരിക്കണം, നമ്മെ തന്നെ കാത്തുകൊള്ളണം. ഇന്ന് അങ്ങനെ വല്ല ഉപദേശം വല്ലതും ഉണ്ടോ വല്ലയിടത്തും? നമുക്ക് തോന്നിയ പോലെയൊക്കെ കൊണ്ട് ജീവിച്ചിട്ട് മരിച്ചു കഴിയുമ്പോൾ നിത്യതയിലേക്ക് പോയി, ബെയൂല ദേശത്തേക്ക് പോയി, പ്രൊമോട്ടഡ് ഹെവൻ എന്നൊക്കെ പറഞ്ഞാൽ അത് കേൾക്കാൻ സുഖമാണെങ്കിലും അതൊന്നും നടക്കണമെന്നില്ല വാത്സല്യ ദൈവമക്കളെ. കാരണം എനിക്കിട്ടൊരു പഠനം ഞാൻ വെച്ച് നോക്കുമ്പോൾ ഞാൻ ഭയന്ന് വിറച്ചിരിക്കുക. അവസാന ശ്വാസം പോകുന്നവരെയും ഈ പ്രമാണം അനുസരിച്ച് നമ്മൾ മുമ്പോട്ട് പോകണം. എബ്രായ ലേഖനത്തിൽ ഒരു പദപ്രയോഗമാണ് എൻ്റെ മനസ്സിലോട്ട് വരുന്നത്. ഞാനത് ഒന്ന് വ്യക്തമായിട്ട് നിങ്ങളോട് ഷെയർ ചെയ്യാൻ താല്പര്യപ്പെടുന്നു. ഹല്ലേലൂയ. എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം ക്രിസ്തുവിൽ പങ്കാളികളായി തീർന്നിരിക്കുന്നുവല്ലോ. ആദ്യ വിശ്വാസം എന്ന് പറഞ്ഞാൽ വിശ്വാസ പ്രമാണം എന്നുകൂടി പഠിക്കണം. യൂദയുടെ ലേഖനം 3-ാം അധ്യായത്തിൽ ഒരിക്കലായി ഫലമേൽപ്പിക്കപ്പെട്ട വിശ്വാസ പ്രമാണം, ദ ഫോം ഓഫ് ഡോക്ട്രിൻ, വിശ്വാസ പ്രമാണങ്ങൾ, അപ്പോസ്തലന്മാരുടെ ഉപദേശങ്ങൾ, ക്രിസ്തുവിൻ്റെ ഉപദേശം. ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിർവിട്ടു പോയാൽ ദൈവമില്ലാത്തവരായി മാറും. ഉപദേശത്തിൽ നിൽക്കുന്നവനോ പിതാവും പുത്രനുമുണ്ട്. ഇതൊക്കെ വേദപുസ്തകത്തിലെ തുറന്ന സത്യങ്ങളാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വിശ്വാസത്താൽ ദൈവം നമ്മെ നീതീകരിച്ചു. ആ നീതീകരണം പ്രാപിച്ച നാം അടുത്ത് ചെയ്യേണ്ട പരമപ്രധാനമായ ഏറ്റവും പ്രധാനപ്പെട്ട ഈ 3 സബ്ജക്റ്റിലെ പ്രധാന വിഷയം വിശുദ്ധീകരണമാണ്. കാരണം നീതീകരണം തൻ്റെ പുത്രനിൽ വിശ്വസിച്ചപ്പോൾ ദൈവം നമുക്ക് ഫ്രീ ആയിട്ട് തന്നു, പിതാവ്. തേജസ്കരണം
നീതീകരണം പ്രാപിച്ച് വിശുദ്ധീകരണം പ്രാപിക്കാനായിട്ട് വിശുദ്ധിയോടെ നിർമ്മലതയോടെ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഈ വിശുദ്ധീകരണം. പ്രമാണം അനുസരിച്ച് വചനമനുസരിച്ച് ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കും, വിശുദ്ധീകരണം കിട്ടിക്കൊണ്ടിരിക്കും. ആ റോമലേഖനം വരുമ്പോൾ ആ ഭാഗം നമുക്ക് ശരിക്കും പഠിക്കാൻ കഴിയും. ഞാൻ അതിലേക്ക് വരുന്നു. ഹല്ലേലൂയ. റോമാലേഖനം 6-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യം വിശുദ്ധീകരണം എന്ന വിഷയത്തിന് വേണ്ടി ഇവിടെ ഇതാ വായിക്കുന്നു. ശ്രദ്ധിച്ച് കേൾക്കണമേ എന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഓർപ്പിക്കുന്നു. നിങ്ങൾ ജഡത്തിൻ്റെ ബലഹീന നിമിത്തം ഞാൻ മനുഷ്യരീതിയിൽ പറയുന്നു, നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനും അശുദ്ധിക്കും അധർമ്മത്തിനും അടിമകളാക്കി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളാക്കി സമർപ്പിപ്പീൻ. ല്ലോ. അപ്പോൾ വിശുദ്ധീകരണം കിട്ടാൻ എന്ത് ചെയ്യണം? നീതീകരണം പ്രാപിച്ചവൻ വിശുദ്ധീകരണം കിട്ടാൻ എന്ത് ചെയ്യണം? പാപം ചെയ്തുകൊണ്ടിരുന്ന അവയവങ്ങൾ നീതി ചെയ്യാനായിട്ട് ദൈവസന്നിധിയിൽ സമർപ്പിക്കണം. റോമാലേഖനം 6-ാം അധ്യായം ഗോൾഡൻ ചാപ്റ്ററായിട്ടാണ് ഞങ്ങൾ പഠിക്കുന്നത്. നിങ്ങൾ പാപത്തിലെ ദാസന്മാരായിരുന്നെങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശരൂപം ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിന് സ്വാതന്ത്ര്യം പ്രാപിച്ച് നീതിക്ക് ദാസനായി. പാപത്തിന് വിടുതൽ പ്രാപിക്കുന്ന എങ്ങനെയാ? രക്ഷിക്കപ്പെട്ടത് കൊണ്ടോ അല്ല, സ്നാനപ്പെട്ടത് കൊണ്ടോ അല്ല, അഭിഷേകം പ്രാപിച്ചുകൊണ്ടോ അല്ല. പിന്നെ എങ്ങനെയാ പാപത്തിന് സ്വാതന്ത്ര്യം പ്രാപിക്കുന്നത്? അത് പൗലൂസ് തന്നെ പറയട്ടെ, വചനം കൊണ്ടല്ലേ തെളിയിക്കണം. ഹല്ലേലൂയ. അതിൻ്റെ 17-ാമത്തെ വാക്യം, റോമർ 6:17. എന്നാൽ നിങ്ങൾ പാപത്തിലെ ദാസന്മാരായിരുന്നുവെങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശരൂപം ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിന് സ്വാതന്ത്ര്യം പ്രാപിച്ച് നീതിക്ക് ദാസന്മാരായി തീർന്നുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. അപ്പോൾ പാപത്തിന് സ്വാതന്ത്ര്യം എങ്ങനെ കിട്ടും? പഠിപ്പിച്ച ഉപദേശരൂപം ഹൃദയപൂർവ്വം അനുസരിക്കണം. ദൈവസഭയെ അപ്പോസ്തലന്മാരുടെ ഉപദേശം പഠിപ്പിക്കണം, ക്രിസ്തുവിൻ്റെ ഉപദേശം പഠിപ്പിക്കണം, പത്യോപദേശം പഠിപ്പിക്കണം. ആ ഉപദേശം പഠിപ്പിക്കുമ്പോഴാണ് പാപത്തിന് സ്വാതന്ത്ര്യം കിട്ടുന്നത്, പാപത്തിന് വിടുതൽ കിട്ടുന്നത്, പാപത്തിന് സ്വാതന്ത്ര്യം പ്രാപിച്ച് നീതിക്ക് ദാസന്മാരാകുക. ഹല്ലേലൂയ. അതിൻ്റെ 11, 12, 13 പ്രധാന വാക്യങ്ങളാണ്. ആകയാൽ പാപം നിങ്ങളുടെ മർത്യശരീരങ്ങളെ അതിൻ്റെ മോഹങ്ങളെ അനുസരിക്കുമാറ് ഇനി വാഴരുത്. നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയും വരുത്. നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായി നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായി ദൈവത്തിന് സമർപ്പിച്ചു കൊള്ളുവീൻ. പണ്ട് പാപം ചെയ്തുകൊണ്ടിരുന്ന കണ്ണ്, മൂക്ക്, നാക്ക്, തൊക്ക്, ചെവി പഞ്ചേന്ദ്രിയങ്ങളാണല്ലോ. ഈ പഞ്ചേന്ദ്രിയങ്ങൾ, പാപം ചെയ്തുകൊണ്ടിരുന്ന പഞ്ചേന്ദ്രിയങ്ങൾ നീതി ചെയ്തുകൊണ്ട് മുൻപോട്ട് പോകണം. അങ്ങനെ നീതി ചെയ്യുമ്പോൾ കിട്ടുന്നൊരു സാധനമാണ് വിശുദ്ധീകരണം. ഒരു ശക്തമായ ഹിമാലയ പർവ്വതം പോലെയുള്ളൊരു പഠനമാണത്. അത് ഗ്രഹിക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പാപം ചെയ്യുമ്പോൾ നമുക്ക് ലജ്ജ കിട്ടുന്നു, പൗലൂസിൻ്റെ പഠിപ്പിക്കൽ. നീതി ചെയ്യുമ്പോൾ നമുക്ക് വിശുദ്ധീകരണം കിട്ടുന്നു. അതാണ് റോമർ 6:19 മുതൽ. ശ്രദ്ധിച്ചൊന്ന് കേട്ടോണേ. ഇത് പല ഉരുവുകളായി ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. ഇത് പല പ്രാവശ്യം കേട്ട് കഴിയുമ്പോഴേ ഇതിൻ്റെ പൊരുളുകൾ നമ്മുടെ ഹൃദയത്തിലോട്ട് നമുക്ക് ഗ്രഹിക്കാൻ കഴിയത്തുള്ളൂ. നിങ്ങൾ പാപത്തിന് ദാസന്മാരായിരുന്നുവെങ്കിലും പഠിപ്പിച്ച ഉപദേശരൂപം ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിന് സ്വാതന്ത്ര്യം പ്രാപിച്ച് നീതിക്ക് ദാസന്മാരായി. അങ്ങനെ നീതിക്ക് ദാസന്മാരായവർ നീതി ചെയ്ത് ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു സാധനം കിട്ടും, വിശുദ്ധീകരണം. അതാർക്കും കാണാൻ കഴിയത്തില്ല. കാണാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞാൽ കാണാൻ കഴിയും. വിശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിലെ വാക്കുകൾ, നോട്ടം, ചിന്ത, പ്രവൃത്തി, സംസാരം, അതിലൊക്കെ അത് വെളിപ്പെട്ട് വരും. ശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ടിരിക്കുക വ്യക്തി. അതാ റോമർ 6:19. നിങ്ങളുടെ ജഡത്തിൻ്റെ ബലഹീന നിമിത്തം മനുഷ്യരീതിയിൽ പറയും, നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനായി അശുദ്ധിക്കും അധർമ്മത്തിനും അടിമകളാക്കി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റു, യേശുക്രിസ്തുവിനെ ധരിച്ചു. പാപം ചെയ്യുന്ന അവയവങ്ങൾ എന്ത് ചെയ്തു? കുഴിച്ചിട്ടു. പഴയ മനുഷ്യൻ കുഴിച്ചിട്ടു, പുതിയ മനുഷ്യൻ ജീവിക്കുക. അപ്പോൾ ആ പുതിയ മനുഷ്യൻ എന്ത് ചെയ്യണം? വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളാക്കി സമർപ്പിക്കണം. വിശുദ്ധീകരണം കിട്ടാനായിട്ട് പാപം ചെയ്തുകൊണ്ടിരുന്ന പഞ്ചേന്ദ്രിയങ്ങൾ നീതി ചെയ്യാനായിട്ട് സമർപ്പിക്കണം. ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതം. യോർദാൻ്റെ കലക്കവെള്ളത്തിൽ യേശുക്രിസ്തു സ്നാനമേറ്റപ്പോൾ അവിടെ പറഞ്ഞൊരു ഭാഗമാണ് ഇങ്ങനെ സകല നീതിയും. കർത്താവ് പറഞ്ഞു, സകല വചനം അനുസരിക്കുക. കർത്താവ് ജലത്തിൽ സ്നാനപ്പെട്ടപ്പോൾ അത് ദൈവത്തിൻ്റെ നീതിയായിരുന്നു. ശാസ്ത്രിമാരും പരീശന്മാരും ആ ദൈവനീതി കൂട്ടാക്കിയില്ല. ഹല്ലേലൂയ.
ഇങ്ങനെ സകല നീതി നിവർത്തിക്കുന്നത് ഉചിതമെന്ന് പറഞ്ഞാൽ കർത്താവായ യേശുക്രിസ്തു യോർദാൻ നദിയിൽ സ്നാനപ്പെട്ടപ്പോൾ ദൈവത്തിൻ്റെ നീതി നിവർത്തിക്കുകയായിരുന്നു. അതുപോലെ നമ്മളും പാപം ചെയ്തുകൊണ്ടിരുന്ന പഞ്ചേന്ദ്രിയങ്ങൾ നീതി ചെയ്യാനായിട്ട് സമർപ്പിക്കണം. നീതി ചെയ്യാനായിട്ട് സമർപ്പിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? ഒരു കാര്യം നമുക്ക് കിട്ടുന്നു, വിശുദ്ധീകരണം കിട്ടുന്നു, ശുദ്ധീകരണം കിട്ടുന്നു. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു? നീതീകരണം. ആ ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് ദൈവം ചെയ്തതാ. എങ്ങനെ ചെയ്തു? യേശു എൻ്റെയും പാപത്തിന് വേണ്ടി മരിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ചപ്പോൾ പിതാവാം ദൈവം അവനെ നീതീകരിച്ചു, കുറ്റവിമുക്തനാക്കി. അവനെ നിത്യമായ ശിക്ഷയ്ക്ക് വേണ്ടി വിധിച്ച് നരകത്തിൽ തള്ളിക്കളയാനായിട്ട് ദൈവം നിയമിച്ചവനെ യേശുവിൽ വിശ്വസിച്ചപ്പോൾ അവനെന്ത് കിട്ടി? യേശുവിൻ്റെ പാപത്തിന് വേണ്ടി മരിച്ചപ്പോൾ അവന് നീതീകരണം കിട്ടി. ദൈവം അവനെ നീതീകരിച്ചു. അങ്ങനെ നീതീകരണം പ്രാപിച്ചവൻ അടുത്ത് ചെയ്യേണ്ട ഘനമായ ഉപദേശമാണ് ഞാൻ നിങ്ങളോട് വാദോരാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ടിരിക്കണം, ശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ടിരിക്കണം. ദാനിയേലിൻ്റെ പുസ്തകം പഠിക്കുമ്പോൾ എനിക്ക് വളരെ സന്തോഷം തരുന്നൊരു ഭാഗമാണത്. രാജകൽപ്പന പ്രകാരം യഹൂദ ബാലന്മാർ ശദ്രക് മേശക് അബേദ്നെഗോ ദാനിയേൽ 4 പേരെയും കൂടെ കൊണ്ടുവന്ന് എന്ത് ചെയ്തു? രാജാവിൻ്റെ കൊട്ടാരത്തിൽ നിർത്തി അവരെ അവിടുത്തെ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കാനായിട്ട് രാജാവിൻ്റെ നിർദ്ദേശപ്രകാരം കാര്യങ്ങൾ ചെയ്യുക. അവർക്ക് രാജാവിൻ്റെ മേശയിൽ നിന്ന് ഭക്ഷിക്കാം, രാജഭോജനം ഭക്ഷിക്കാം. നല്ല ആരോഗ്യമുള്ള ബുദ്ധിയുള്ള കുഞ്ഞുങ്ങളെ അവർ വളർന്നു വരണം. രാജാവിൻ്റെ മേശയിൽ നിന്ന് ഭക്ഷിക്കാൻ അവർക്ക് കൽപ്പന കൊടുത്തു. ദാനിയേലിൻ്റെ തീരുമാനം, രാജാവിൻ്റെ രാജഭോജനം കൊണ്ടും രാജാവ് കഴിക്കുന്ന വീഞ്ഞുകൊണ്ടും ഞാൻ എന്നെ തന്നെ അശുദ്ധമാക്കില്ല. അതാണ് വേർപാട്, അതാണ് വിശുദ്ധി, ആഹാരത്തിൽ വിശുദ്ധി. ഇനി ആരാധന വന്നപ്പോൾ രാജാവ് ഒരു ബിംബം ഉണ്ടാക്കി. ഈ യഹൂദബാലന്മാരോടും പറഞ്ഞു, എല്ലാവരും വീണ് നമുക്ക്. യഹൂദബാലൻ പറഞ്ഞു, നോ 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 നോ, ഞങ്ങൾ നമസ്കരിക്കയില്ല, ഞങ്ങൾ സത്യദൈവ ആരാധികളാണ്, ഒരു വിഗ്രഹത്തെയും ഞങ്ങൾ വണങ്ങുകയില്ല. അവരാരാധിച്ചില്ല. കൽദയർ പോയി രാജാവിന് കൽപ്പന കൊടുത്തു, നീ കൊണ്ടുവന്ന് ബാലന്മാർ തീറ്റ കൊടുത്ത് വളർത്തുന്നില്ലേ, അവരിതാ നീ കൊടുത്ത കൽപ്പന അവരനുസരിക്കുന്നില്ല. രാജാവ് എന്താ പറഞ്ഞത്? ചോദിച്ചു, നേർ തന്നെയാണോ എന്ന് ചോദിച്ചു. ആ ഭാഗമൊക്കെ എടുത്ത് പറയേണ്ടതാണ് വാസ്തവത്തിൽ. സമയത്തിൻ്റെ ദൗർലഭ്യം കൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. സ്തോത്രം. വേണമെങ്കിൽ അതൊന്ന് വായിച്ചു പോകാമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അത് മനസ്സിലാക്കും. വേദവസ്ഥ അറിയാവുന്നവരായതുകൊണ്ട് അത് വായിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. രാജാവിൻ്റെ കൽപ്പന യഹൂദ ബാലന്മാർ നിരസിച്ചപ്പോൾ കൽദയർ പോയി രാജാവിനോട് പറഞ്ഞു, നീ കൊണ്ടുവന്ന യഹൂദ ബാലന്മാർ രാജാവെ അങ്ങ് നിർത്തിയ ബിംബത്തെ നമസ്കരിക്കുന്നില്ല. സ്തോത്രം. അവരതിൽ കുമ്പിടുന്നില്ല. ആ അറിയിപ്പ് കിട്ടിക്കഴിഞ്ഞപ്പോൾ രാജാവ് വന്നിട്ട് പറയുന്നു, യഹൂദ ബാലന്മാരോട് ചോദിക്കുന്നു, ശരി തന്നെയോ? അപ്പോൾ രാജാവ് പറയുന്നൊരു വേദഭാഗം വളരെ മനോഹരമാണ്. ഞാൻ നിർത്തിയ വിഗ്രഹത്തെ നിങ്ങൾ നമസ്കരിക്കുന്നില്ലയോ? നമസ്കരിക്കാൻ പാടില്ല. രാജാവിൻ്റെ കൽപ്പന അവരവിടെ ലംഘിക്കുകയാണ്. കാരണം പ്രമാണം ലഭിച്ചവൻ രാജാവല്ല, മന്ത്രിയല്ല, തന്ത്രിയല്ല. ആര് പറഞ്ഞാലും അതനുസരിക്കാൻ അവനെ കൊണ്ട് പറ്റത്തില്ല. കാരണം എന്താ? അവർ പ്രമാണത്തിൽ നിൽക്കുന്നവരാണ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ഭാഗം ഒന്ന് നന്നായിട്ടൊന്ന് മനസ്സിലാക്കണം. രാജാവിൻ്റെ കൽപ്പന അവിടെ ലംഘിക്കപ്പെടുന്നു. രാജാവ് പറഞ്ഞു, ഇപ്പോൾ കുഴൽ, വീണ, തമ്പുരു ഇതെല്ലാം വീട്ടുമ്പോൾ ഞാൻ നിർത്തിയ ബിംബത്തെ നിങ്ങൾ നമസ്കരിക്കണം. സ്തോത്രം. അവർ നമസ്കരിച്ചില്ല. എന്ത് ചെയ്തു? അവരെ തീച്ചൂളയിലിട്ട് കളയാനായിട്ട് കൽപ്പന കൊടുത്തു. എരിയുന്ന തീച്ചൂളയിൽ യഹൂദ ബാലന്മാരെ ഇട്ട് കളഞ്ഞു. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആഹാരത്തിലൊരു വേർപാട്, ആരാധനയിൽ വേർപാട്. ഇന്ന് പെന്തക്കോസ്തുകാർക്ക് ഒന്നാമത് ആരാധനയില്ല. കുറേ ഡപ്പാങ്കൂത്ത് പാട്ട് പാടി തന്തോടിച്ചുകൊണ്ടിരിക്കട്ടെ ആരാധനയെന്ന് ഓമന പേരിട്ട് വിളിക്കുക. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ ശമരിയാസ്ത്രീയോട് കർത്താവ് പറയുന്നു, സത്യനമസ്കാരികൾ പിതാവിനെയും ആത്മാവിൻ്റെ സത്യത്തിൽ നമസ്കരിക്കുന്ന നാഴിക വരുന്നു, വന്നുമിരിക്കുന്നു. ഹല്ലേലൂയ.
കർത്താവിനെ നമസ്കരിക്കുന്നവർ എന്ത് ചെയ്യണം? ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. സ്തോത്രം, സ്തോത്രം. അപ്പോൾ സത്യാരാധന ആത്മാവിലുള്ള ആരാധനയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് ദൈവത്തെ ആരാധിക്കണം. അതാ പ്രമാണം. സ്തോത്രം. ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് ദൈവത്തെ ആരാധിക്കണം. പൗലൂസിൻ്റെ റോമാലേഖനം നമ്മൾ പഠിക്കുമ്പോൾ 1:10 ആണെന്ന് തോന്നുന്നു. ഞാൻ എൻ്റെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം എനിക്ക് സാക്ഷി. ആത്മാവിൻ്റെ ആരാധന ഇത് സഭകളിലുണ്ടോ? പാട്ട് കൈയടക്കി വെച്ചിരിക്കുകയല്ലേ? ഇൻസംസൊക്കെ വെച്ച് മനോഹരമായി പാടി തുള്ളിച്ചാടി പാട്ട് പാടി ആരാധിക്കുന്ന ഒരു സാത്വിക പുസ്തകത്തിലില്ല. പൗലോസ് ശീലാസും കാരാഗൃഹത്തിലായത് ഇന്നും അത് പറഞ്ഞെന്ന് തോന്നുന്നു. കാരാഗൃഹത്തിലായിരുന്നപ്പോൾ അവരെന്ത് ചെയ്തു? പാട്ട് പാടി സ്തുതിച്ചു, ദൈവത്തെ ആരാധിച്ചു. അത് ആത്മാവിൽ അവർ പാടി ആരാധിച്ചു. കാലിലും കയ്യിലും ചങ്ങല കിടക്കുമ്പോഴാണ് അവർ ആരാധന. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അവർ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ആരാധിച്ചപ്പോഴാണ് ഭൂകമ്പം ഉണ്ടായത്. അതുപോലെ ഇന്നും ദൈവസഭ ആത്മാവിൻ്റെ ആരാധനയിലേക്ക് മടങ്ങി വരണം. പഴയ നിയമസഭ അവസ്ഥയിലേക്ക് വന്നു, നമ്മളും ആ അവസ്ഥയിലേക്ക് വരണം. ഹല്ലേലൂയ, സ്തോത്രം. ഈ തിരുവചന ഭാഗങ്ങളെ നമ്മൾ കോട്ടിക്കളഞ്ഞുകൊണ്ടിരിക്കുക, കൂട്ടുചേർത്തുകൊണ്ടിരിക്കുക, മറിച്ച് കളഞ്ഞുകൊണ്ടിരിക്കുക. ഉപദേശം അനുസരിച്ച് ജീവിക്കുകയും ആരാധിക്കുകയും ചെയ്യേണ്ടത് മുഴുവൻ തെറ്റിച്ചാണിപ്പം മുമ്പോട്ട് പോകുന്നത്. ദാനിയേലും കൂട്ടരും ഭക്ഷണത്തിൽ വേർപാട് പാലിച്ചു, വിശുദ്ധി പാലിച്ചു. ആരാധനയിൽ വേർപാട്, വിശുദ്ധി പാലിച്ചു. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും വേർപാടും വിശുദ്ധിയും പാലിക്കുന്നവരാണ് ദൈവത്തിൻ്റെ മക്കൾ. ലോകത്തിൻ്റെ ഗതിവിഗതികൾക്കനുസരിച്ച് പോകുന്നവരല്ല. നന്നായി മനസ്സിലാക്കണം. രാജാവിൻ്റെ കൽപ്പന മറുതരിച്ചുകൊണ്ട് യഹൂദ ബാലന്മാർ അവര് ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ കൽദേർ വന്ന് രാജാവിന് കൽപ്പന കൊടുത്തു. രാജാവ് എന്ത് ചെയ്യുന്നു? 3 പേരെയും കൈകാലുകൾ ബന്ധിച്ച് എരിയുന്ന തീച്ചൂളയിൽ ഇട്ടുകൊടുക്കാൻ കൽപ്പനയിടുന്നു. ദൈവമക്കളെ, അവിടെ എന്താ നടക്കുന്നത്? അവരെ കൊണ്ടുവന്ന് എന്ത് ചെയ്തു? എരിയുന്ന തീച്ചൂളയിൽ ഇട്ട് കളഞ്ഞു. സ്തോത്രം. അവിടെ എന്താ നടന്ന സംഭവം? തീച്ചൂളയിൽ ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ 4 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. രാജാവ് എഴുന്നേറ്റു, ചോദിച്ചു, നാം 3 പേരെ ഇല്ലയോ തീച്ചൂളയിലിട്ടത്? 4-മനൊരുവൻ ഇതാ നടക്കുന്നു. ഓ ദൈവമേ, എന്തൊരു അത്ഭുതം! എരിയും തീച്ചൂള എതിരായി എരിഞ്ഞാൽ എരിയും തീച്ചൂള എതിരായി എരിഞ്ഞാൽ ശത്രുക്കിനെ പോ വീഴ്ത്തപ്പെട്ടാൽ. തീച്ചൂളയിൽ വന്ന് കർത്താവ് വിടുവിക്കുന്നൊരു പാട്ട് പണ്ടെയാണ് ഇതൊക്കെ പാടിക്കൊണ്ട്, ഇപ്പം അതൊന്നും ഒക്കെ മറന്നുപോയി. തീച്ചൂളയിൽ പിറകി വന്ന് വിടുവിക്കുന്ന ദൈവം. നാം 3 പേരെയല്ലേ ഇട്ടത്? 4-മതൊരുവനെ കാണുന്നു. അവനാരാ? ദൈവപുത്രനോടൊത്തിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവമക്കളെ, എന്താണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്? 3 പേരെ അല്ലയോ നമ്മൾ തീച്ചൂളയിലിട്ടത്? 4-മതൊരുവനെ കാണുന്നു. അവൻ ദൈവപുത്രനോട് സാമ്യമുള്ളവൻ. കർത്താവായ യേശുക്രിസ്തു തന്നെ അവിടെ പ്രത്യക്ഷപ്പെട്ടെന്ന് തന്നെയാണ് വേദപണ്ഡിതന്മാർ പറയുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. തീച്ചൂള സമാനമായ പ്രശ്നങ്ങൾ വരുമ്പോൾ ദൈവവിധിലെ ആ പ്രശ്നങ്ങളുടെ നടുവിൽ ഇറങ്ങി വരുന്നവരാണ് നമ്മുടെ ദൈവം. ദാനി വേണ്ടി, ശത്രുക്കളു വേണ്ടി, മേശക്കിനു വേണ്ടി, അപേദനു വേണ്ടി മാത്രമല്ല, സിംഹക്കുഴിയിലും ദൈവം ഇറങ്ങി വന്നു. മനസ്സിലായില്ലേ? ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ വേർപാടും വിശുദ്ധിയും ഒക്കെ എന്തുണ്ട്? ആരാധനയിലുണ്ട്, ജീവിതത്തിലുണ്ട്. ലോകപ്രകാരം ലോകത്തിലുള്ള മനുഷ്യൻ നടക്കുന്ന പോലെ, ലോകക്കാർ ജീവിക്കുന്ന പോലെ ജീവിച്ചിട്ട് കൈയും കൊട്ടി പാടിക്കൊണ്ടിരുന്നാലൊന്നും ഒരു ഗുണവുമില്ല. ലോകത്തിന് അന്റുപരാകരുത്. ലോകക്കാരായിരിക്കാതെ കൊണ്ട് ലോകത്തിൽ നിങ്ങളെ തിരഞ്ഞെടുത്തു. ഈ വചനങ്ങളൊക്കെ പുറംകാല് കൊണ്ട് തട്ടിക്കളഞ്ഞാണ് പെന്തക്കോസ്ത് സമൂഹം മുന്നോട്ട് പോകുന്നത്. അപകടമാണ്, അപകടം. വേർപാടും വിശുദ്ധിയും പാലിക്കാതെ നമുക്ക് ദൈവത്തിൽ ചെല്ലാൻ പറ്റത്തില്ല. ഇവിടെ റോമാലേഖനത്തിൽ പൗലോസ് എന്താ പറഞ്ഞത്? പാപത്തിൻ്റെ ദാസന്മാരായിരുന്നെങ്കിലും പഠിപ്പിച്ച ഉപദേശരൂപം ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിന് സ്വാതന്ത്ര്യം പ്രാപിച്ച് നീതിക്ക് ദാസന്മാരായി.
നീതിക്ക് ദാസന്മാരായിരുന്നു. പിന്നെ എന്ത് ചെയ്യണം? നീതി ചെയ്ത് വിശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ടിരിക്കണം. കുടുംബജീവിതത്തിൽ, സമൂഹ ജീവിതത്തിൽ, ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും നീതി ചെയ്ത് വിശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്, ശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? വിശുദ്ധീകരണം കിട്ടുന്നത്. നീതി ചെയ്ത് ശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ടിരിക്കണം, വിശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ടിരിക്കണം. അതാ ഇവിടെ പറയുന്നത്. വിശുദ്ധീകരണത്തിനായി നിങ്ങളുടെ അവയവങ്ങളെ നീതിക്ക് അടിമകളായി സമർപ്പിപ്പീൻ. വിശുദ്ധീകരണം കിട്ടാൻ പഞ്ചേന്ദ്രിയങ്ങളെ നീതി ചെയ്യാൻ, വചനമനുസരിക്കാനായിട്ട് സമർപ്പിച്ചു കൊടുക്കാൻ, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ഉണ്ടോ? ഹല്ലേലൂയ. 12:1 ഞാനിപ്പോൾ പറഞ്ഞ വാക്യം, റോമർ 12. നീതി ചെയ്യുമ്പോൾ എന്ത് കിട്ടും? വിശുദ്ധീകരണം. ഞാൻ അവിടുത്തെ ഒരു പ്രധാന സബ്ജക്റ്റ് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെയും പിന്നെയും കേൾക്കുക, അത് കേട്ട് പഠിക്കുക. വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളായി സമർപ്പിപ്പീൻ. നിങ്ങൾ പാപത്തിന് ദാസന്മാരായിരുന്നപ്പോൾ നീതിയെ സംബന്ധിച്ച് സ്വതന്ത്രരായിരുന്നുവല്ലോ. നിങ്ങൾക്ക് അന്ന് എന്തൊരു ഫലമുണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നത് തന്നെ. അപ്പോൾ പാപം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എന്ത് കിട്ടി? ലജ്ജ കിട്ടി. നീതി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എന്ത് കിട്ടി? വിശുദ്ധീകരണം കിട്ടുന്നു. പാപം ചെയ്യുമ്പോൾ ലജ്ജ പ്ലസ് ലജ്ജ പ്ലസ് ലജ്ജ പ്ലസ് ലജ്ജ. പാപം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ലജ്ജ 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 ഈസിക്കൽ ടു അവസാനം മരണം, ആത്മമരണം. എന്നാൽ നീതി ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നു? വിശുദ്ധീകരണം. നീതീകരണം പ്രാപിച്ച ദൈവപൈതൽ നീതി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വിശുദ്ധീകരണം കിട്ടുന്നു. റോമാലേഖനം 6-ാം അധ്യായത്തിൽ വിശുദ്ധേയ പഠനമാണത്. അപ്പം നീതി ചെയ്യുമ്പോൾ വിശുദ്ധീകരണം കിട്ടുന്നു, പിന്നെയും നീതി ചെയ്യുമ്പോൾ വിശുദ്ധീകരണം കിട്ടുന്നു, പ്ലസ് വിശുദ്ധീകരണം പ്ലസ് വിശുദ്ധീകരണം പ്ലസ് വിശുദ്ധീകരണം ഈസിക്കൽ ടു നിത്യജീവൻ. പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ. റോമർ 6:23. ദൈവത്തിൻ്റെ കൃപാവരമോ കർത്താവായ യേശുക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. ഈ നീതീകരണം, വിശുദ്ധീകരണം, തേജസ്കരണം എന്നുള്ള വിഷയം ഒത്തിരി പഠിക്കാനുണ്ട്. ഞാനിത് 2 എപ്പിസോഡിലൊക്കെ തീർക്കുക, ചവിട്ടി പിടിച്ച്. ഇത് വിശദമായിട്ട് പിന്നെ സമയങ്ങളിൽ ഇതിനെക്കുറിച്ച് പഠിക്കണമെന്ന് എൻ്റെ ഹൃദയത്തിൽ വളരെ ആഗ്രഹമുണ്ട്. ഞാനത് പഠിച്ചുകൊണ്ടിരിക്കുക, പഠിക്കുമ്പോൾ തന്നെ അത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. പിതാക്കന്മാരിൽ നിന്ന് കിട്ടിയ പഠനങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുത്താൻ പറ്റത്തില്ല. പിതാക്കന്മാരുടെ മക്കളെന്നൊക്കെ പറഞ്ഞാൽ ഈ ഉപദേശം എന്നൊക്കെ അവർ പോയി കിടക്കുകയാണ്. അവർ ലോകസ്നേഹികളായി, ദ്രവ്യാഗ്രഹികളായി, ജഡമോഹികളായി തീർന്നു. പത്യവചനം, പത്യോപദേശത്തിൻ്റെ പഠിപ്പിക്കൽ സഭയിൽ നിന്ന് അപ്രത്യക്ഷമായി അത് തിരിച്ചു കൊണ്ടുവരികയാണ് ഞങ്ങളുടെ ലക്ഷ്യം. ആദിമ നൂറ്റാണ്ടിൽ ആദിമ സഭകൾ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടതുപോലെ ഇന്ന് കാണുന്ന സഭകൾ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് കൂട്ടായി മരിച്ച് അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചുകൊണ്ടിരുന്നില്ലെങ്കിൽ സ്വർഗത്ത് പോകാൻ കഴിയുകയില്ല. യാതൊരു സംശയമില്ല. 3 തരം ലേലം ഉറപ്പിച്ചു. ഹല്ലേലൂയ. 1 തരം, 2 തരം, 3 തരം. ഓരോരുത്തർ ലേലം ഉറപ്പിക്കുന്നില്ലേ? കാരണം ഇത് വചനത്തിൻ്റെ വ്യവസ്ഥയല്ലേ, പാറ്റേൺ അല്ലേ വചനത്തിൻ്റെ പാറ്റേൺ. അത് മാറ്റാൻ പാടില്ലല്ലോ. പാപത്തിൻ്റെ ദാസന്മാരായിരുന്നെങ്കിലും പഠിപ്പിച്ച ഉപദേശരൂപം ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിന് സ്വാതന്ത്ര്യം പ്രാപിച്ചു. ഉപദേശം പഠിക്കാതെ പാപത്തിന് സ്വാതന്ത്ര്യം കിട്ടുമോ? റോമർ 6:17 ഞാനിപ്പോൾ വായിച്ച വാക്യം. റോമർ 16:17 സഹോദരന്മാരെ, നിങ്ങൾ പഠിച്ച ഉപദേശത്തിന് വിപരീതമായി ദ്വന്ദ്വപക്ഷങ്ങളെയും ഉഷർച്ചകളെയും ഉണ്ടാക്കുന്നവരെ സൂക്ഷിച്ചു കൊള്ളണം. അപ്പോൾ ഉപദേശം സഭയെ പഠിപ്പിച്ചു, സഭ അത് പഠിപ്പിച്ചു. ഇന്ന് ഉപദേശം സഭയെ പഠിപ്പിക്കുന്നില്ല, സഭ പഠിക്കുന്നില്ല. സങ്കീർത്തനം പാടിക്കൊണ്ടിരിക്കുക, പാട്ടും പാടിക്കൊണ്ടിരിക്കുക, കുറേ ഉണക്ക സാക്ഷ്യങ്ങളും ഒരു ഗുണമില്ലാത്ത, നിലവാരമില്ലാത്ത കുറേ സാക്ഷ്യങ്ങളും കുറേ പ്രബോധനങ്ങളും. സഭയിൽ എന്തു പറഞ്ഞാലും അത് പരസ്പരം ആത്മീയ വർധനവുണ്ടാകണം, ആത്മീയ വളർച്ച ഉണ്ടാകണം. ഒരവയവം എഴുന്നേറ്റ് ശുശ്രൂഷിക്കുമ്പോൾ മറ്റവയവത്തിന് അത് എൻകറേജ് ആയിരിക്കണം. നമ്മൾ തമ്മിൽ അവയവങ്ങളാണ്. തല ക്രിസ്തുവാ. ക്രിസ്തുവിൻ്റെ പ്രമാണം എടുത്ത് സഭയെ പ്രബോധിപ്പിക്കുമ്പോൾ സഭ എങ്ങനെ ഇരിക്കും? ആത്മീയ വളർച്ചയിലേക്ക് വന്നുകൊണ്ടിരിക്കും, ആത്മീയ വർധനവിലേക്ക് വന്നുകൊണ്ടിരിക്കും, ആത്മീയ നിറവിലേക്ക് വന്നുകൊണ്ടിരിക്കും. അതല്ലേ സഭയ്ക്ക് ആവശ്യം. അങ്ങനെയുള്ള സഭകൾ ഇന്ന് ഭൂമിയിലുണ്ടോ? അങ്ങനെ സഭ ഉണ്ടാകണ്ടേ? അങ്ങനെയുള്ള സഭകൾ രൂപപ്പെടണം. എൻ്റർടൈൻമെൻ്റാണ് സഭ എന്ന് ക്യാപ്റ്റൻ പോലും പറഞ്ഞ് മരിച്ചു. 100% ഞാനത് വിശ്വസിക്കുന്നു. സഭയിൽ വരുന്ന എൻ്റർടൈൻമെൻറ്റ് ചെയ്യാനാ. നമ്മുടെ മൊബൈലിലൊക്കെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യാനൊരു ചാനലുണ്ട്. അമേരിക്കയിൽ 3 ചാനലുണ്ടെന്നാണ് പറയുന്നത്. എല്ലാവിധ വൃത്തികേടുകളും കാട്ടുന്ന ചാനലുകൾ അവിടെ ഇഷ്ടം പോലെ ഉണ്ട്.
അധികം താമസിക്കാതെ നമ്മുടെ ഇവിടെയും തുടങ്ങും അത്. മനസ്സിലായോ? എൻ്റർടൈൻമെൻറ്റ് ചെയ്യുക. ഞാനും നിങ്ങളും ഒന്ന് സൂക്ഷിച്ചോണം. നമുക്ക് എൻ്റർടൈൻ ചെയ്യാനുള്ള സമയം ഇനിയില്ല. കാഹളം ധ്വനിക്കാൻ നേരമായി. സഭ മാറ്റപ്പെടാൻ സമയമായി. യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് പ്രത്യക്ഷപ്പെടാൻ 10-15 സംഘടനകൾ അഹോരാത്രം ശ്രമിച്ചു കൊണ്ടിരിക്കുക. യേശുക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് ചാടിക്കുന്നതിന് മുൻപ് ദൈവസഭ ഇവിടുന്ന് മാറ്റപ്പെടും. യാതൊരു സംശയവുമില്ല. ഗലീലപുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നതെന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത് യേശു പോയതുപോലെ തിരികെ വരും. കർത്താവ് പോയതുപോലെ തിരികെ വരും. അപ്പോൾ നീതീകരണം പ്രാപിച്ചവൻ എന്ത് ചെയ്യണം? റോമാലേഖനം 6-ാം അധ്യായം 19 വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്ന പോലെ നീതി ചെയ്ത് വിശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ടിരിക്കണം. പാപം ചെയ്തുകൊണ്ടിരുന്ന അവയവങ്ങൾ നീതി ചെയ്യാനായിട്ട് സമർപ്പിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ വിശുദ്ധീകരണം കിട്ടും. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഉപദേശങ്ങൾ, പോസ്റ്റ്മാർട്ടം ഉപദേശങ്ങൾ അനുസരിച്ച് ജീവിക്കുമ്പോൾ ഒരു സംഭവം കിട്ടും. അത് വിശുദ്ധീകരണമാണ്. പുറത്തൊരാൾക്കത് കാണാൻ പറ്റിയെന്ന് വരില്ല. അവൻ വിശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ടിരിക്കുക. ഓരോ കൂട്ടായ്മകളിലും വിശുദ്ധീകരണം. ഓരോ കൂട്ടായ്മകളിലും കടന്നുപോയി പാപത്തിനെതിരെ ദൈവദാസന്മാർ ആത്മാവിൽ നിയോഗത്താൽ പ്രസംഗിക്കുമ്പോൾ അത് കേട്ട് ആ വചനത്തിൻ്റെ ഭാഗം സമർപ്പിക്കുമ്പോൾ വിശുദ്ധീകരണം കിട്ടുക. പ്ലസ് വിശുദ്ധീകരണം. ഓരോ ദിവസവും, ഓരോ മാസവും, ഓരോ ദിവസവും, ഓരോ ആഴ്ചയും, ഓരോ മാസവും, ഓരോ വർഷവും വിശുദ്ധീകരണം പ്രാപിച്ച് നിത്യജീവനിലേക്ക് നടത്തപ്പെടുന്നു. പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിൻ്റെ കൃപാവരമോ കർത്താവായ യേശുക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. ആ നിത്യജീവനിലേക്ക് നടത്തപ്പെടുന്നതിനെയാണ് തേജസ്കരണം എന്ന് പറയുന്നത്. തൻ്റെ പുത്രൻ്റെ സ്വരൂപത്തിൽ അനുരൂപരാകുവാൻ അവൻ നമ്മെ മുൻനിയമിച്ചിരിക്കുന്നു. എന്താ ഈ തേജസ്കരണം? കാഹളം ധ്വനിച്ച് കർത്താവ് വരുമ്പോൾ നമ്മുടെ ശരീരത്തിന് കിട്ടുന്ന രൂപാന്തരമോ ഉയർപ്പോ, രൂപാന്തരത്തിലൂടെ ഉയർപ്പിലൂടെ തേജസ്സിൻ്റെ ശരീരം നമുക്ക് കിട്ടുകയാണ്. ഏദൻ പൂങ്കാവനത്തിൽ ആദം നഷ്ടപ്പെടുത്തിയ തേജസ് ദൈവപുത്രനായ യേശുക്രിസ്തുവിലൂടെ നമ്മൾ തിരിച്ചു പിടിക്കുകയാണ് കർത്താവിൻ്റെ പ്രത്യക്ഷതയോടുകൂടെ. കാഹളം ധ്വനിച്ച് കർത്താവ് വരുമ്പോൾ വിശുദ്ധന്മാർ, മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും, ജീവനോടിരിക്കുന്ന രൂപാന്തരം പ്രാപിക്കും. അങ്ങനെ നാം ഒരുമിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ യോഹന്നാൻ്റെ ലേഖനത്തിൽ പറഞ്ഞ പോലെ, പ്രിയമുള്ളവരെ, പ്രത്യക്ഷമായി അവൻ പ്രത്യക്ഷനാകുമ്പോൾ അവനെ താൻ ഇരിക്കുന്നത് പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും. യേശുക്രിസ്തുവിൻ്റെ സാദൃശ്യ ശരീരം, രൂപാന്തര ശരീരം, യേശുക്രിസ്തുവിന് കിട്ടിയ ആ ശരീരത്തിൻ്റെ താതാത്മ്യത്തിൽ നമ്മൾ നടത്തപ്പെടുകയാണ്. അതാണ് എൻ്റെ പ്രത്യാശ. ഈ രോഗമുള്ള, കഷ്ടതയുള്ള, ബുദ്ധിമുട്ടുള്ള, ഞെരുക്കമുള്ള, വചനപ്രകാരം പറയുമ്പോൾ കഷ്ടതയില്ലാത്ത, കണ്ണുനീരില്ലാത്ത, ദുഃഖമില്ലാത്ത, മുറവിളിയില്ലാത്ത, മരണമില്ലാത്ത ഒരു രൂപാന്തര ശരീരം എനിക്ക് കിട്ടും. ഹല്ലേലൂയ. റോമാലേഖനം 8:18 എന്താ പറഞ്ഞിരിക്കുന്നത്? 8:18 എത്ര മനോഹരമായൊരു പ്രസ്താവന. നമ്മൾ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ ഞാൻ സാരമില്ല എന്നുണ്ടെന്നു. ആദാം നഷ്ടപ്പെടുത്തിയ തേജസ് എനിക്ക് കിട്ടും, നിങ്ങൾക്ക് കിട്ടും. സഹോദരങ്ങളെ, ഇത് കിട്ടാതിരിക്കാനാണ് സാത്താൻ കിടന്ന് കളിക്കുന്നത്. ഈ ദുരുപദേശകന്മാരെ കണ്ടെയ്നറാണ് ഇറക്കിയിരിക്കുന്നത്. അതിനു വേണ്ടിയാ. ദുരുപദേശം കേട്ട് തേജസ് പ്രാപിക്കാതെ നരകത്തിൽ പോകാനാ. അതിനെതിരാണ് എൻ്റെ പ്രസംഗം. ഹല്ലേലൂയ. നമ്മൾ വെളിപ്പെടാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. സൃഷ്ടി ദ്രവത്വത്തിൻ്റെ ദാസൽ നിന്നുള്ള വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യം പ്രാപിക്കും എന്നുള്ള ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. മനുഷ്യൻ മാത്രമല്ല, കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ ഈ ലോകത്തുള്ള സകല സൃഷ്ടിക്കും ഒരു റിലീസുണ്ട്, ഒരു വിടുതലുണ്ട്. മനസ്സിലായോ? അതാ ഇവിടെ പറയുന്നത്. സ്തോത്രം. സർവസൃഷ്ടിയും ഇന്നുവരെ ഒരുപോലെ ഞെരങ്ങി ഈറ്റുനോടിയിരിക്കുന്നു എന്ന് നാം അറിയുന്നു അല്ലോ. ഇനി അടുത്ത് നമ്മളെക്കുറിച്ച് പറയുക, സൃഷ്ടിയെക്കുറിച്ചല്ല. ഇനി അടുത്ത് മനുഷ്യനെക്കുറിച്ച് പറയുക. ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന ദൈവസഭ നാമും ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്തിൻ്റെ കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. പ്രത്യാശയല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. കാണുന്ന പ്രത്യാശയല്ല. ആകയാൽ കാണുന്നതിനായി ഇനി പ്രത്യാശിക്കുന്നത് എന്തിന്? നാം കാണാത്തതിനായി പ്രത്യാശിക്കുന്നുവെങ്കിലോ അതിനായി ദീർഘക്ഷമയോടെ കാത്തിരിക്കുന്നു. ആത്മാവെന്ന സ്ഥാനം ലഭിച്ചിരിക്കുന്ന നാമും ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്വം, രൂപാന്തര ശരീരം, തേജസ്സിൻ്റെ ശരീരം നമുക്ക് കിട്ടും. അതാണ് നമ്മുടെ പ്രത്യാശ.
ആ പ്രത്യാശ ഉള്ളതുകൊണ്ടാണ് കഷ്ടങ്ങൾ അനുഭവിക്കുന്നത്, പീഡകൾ അനുഭവിക്കുന്നത്, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത്, ഞെരുക്കങ്ങൾ അനുഭവിക്കുന്നത്, പരിശോധനയിലൂടെ കടന്നു പോകുന്നത്, വെല്ലുവിളിയിലൂടെ കടന്നു പോകുന്നത്. കർത്താവിൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാരുടെ ബയോഡേറ്റ ഞാൻ പറഞ്ഞല്ലോ. നാരി വരെ വിശന്നും ദാഹിച്ചു, ഒത്തുകൊണ്ട് ഉടുപ്പാനില്ല, കുടിക്കാനില്ല, ഒത്തുകൊണ്ട് സ്ഥിരവാസം കൂടാതെ ഇങ്ങനെ നടക്കുക. ഒരു ദേശത്ത് ഓടിച്ച് മറ്റേ ദേശത്ത് പോയി പറയുക. ഇവിടെ ശുശ്രൂഷന്മാർ എന്താ ചെയ്യുന്നത്? ഇന്നാളൊരുത്തം പറയണ്ടായി, ഒരു ദിവസം 7 ഫ്ലൈറ്റ് കയറ്റി വിട്ടെന്ന് തന്നെ സുവിശേഷം പറയാൻ. ദുരുപദേശത്തിൻ്റെ കൂടെ ഊതിയിടലും ഉന്തിയിടലും കുരപ്പിക്കലും ചിരിപ്പിക്കലും ഛർദ്ദിപ്പിക്കലും അവരുടെ സ്ഥിരം പരിപാടിയാണ്. ദൈവം ഒരു ദിവസം 3-4 ഫ്ലൈറ്റ് കയറ്റിയാണ് ഊതിപ്പിക്കുന്നതെന്നാണ് പറയുന്നത്. അത് അവർ ചുമ്മാ പറയുകയാണത്. കർത്താവ് അവരെ അറിഞ്ഞിട്ടില്ലെന്നാണ് മത്തായി 7:22 ഞാൻ പഠിച്ചത്. അത്ഭുതം അടയാളം ചെയ്യുന്നവരെ ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് വെച്ച് കർത്താവ് അത്ഭുതം അടയാളം ചെയ്യുന്നില്ലെന്നല്ല നമ്മൾ പഠിക്കേണ്ടത്. കർത്താവ് അത്ഭുതം അടയാളങ്ങളൊക്കെ നമ്മൾ ചെയ്യും, നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന കാര്യമാണ്. പ്രമാണം വിട്ടുള്ള ഒരു അത്ഭുതവും ദൈവവചനത്തിനെതിരാണെന്നുള്ളത് ദൈവസഭ ദൈവമക്കൾ നന്നായിട്ട് മനസ്സിലാക്കണം. ഇതൊക്കെ ആധികാരികമായി പറയാൻ ആളില്ല, ഞാൻ ആധികാരികമായി പറയുകയാണ്. നീതീകരണം, വിശുദ്ധീകരണം, തേജസ്കരണം. ദൈവം നമ്മെ നീതീകരിച്ചു, നീതീകരണം പ്രാപിച്ചവൻ നീതി ചെയ്ത് വിശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ തേജസ്കരണത്തിലേക്ക് നടത്തപ്പെടും. കർത്താവിൻ്റെ കാഹള നാദത്തെങ്കിൽ അത് നമുക്ക് സംഭവിക്കും. ആദ്യം പിതാവ് ചെയ്ത നീതീകരണം പിതാവിൻ്റെ ഭാഗത്തു നിന്ന് ചെയ്തു. അടുത്ത് നടുക്ക് കിടക്കുന്ന വിശുദ്ധീകരണം, സാൻറ്റിഫിക്കേഷൻ നമ്മുടെ ഭാഗത്തു നിന്ന് അവസാന ശ്വാസം പോകുന്നവരെയും വിശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ വിശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിൻ്റെ കൃപാവരമോ കർത്താവായ യേശുക്രിസ്തു നിത്യജീവൻ തന്നെ എന്നുള്ള വചനം അന്വർത്ഥമാകുന്നത്. ഇതിൽ കുറഞ്ഞൊരു പഠിപ്പിക്കൽ സഭകളിൽ പാടില്ല. ഇതൊന്നും സഭയിൽ പഠിപ്പിക്കുന്നില്ല. സഭ പാട്ടും പാടി തുള്ളിച്ചാടി പോയിക്കൊണ്ടിരിക്കുക, നാശത്തിലേക്ക് പോയി നിബന്ധിക്കുകയാണ്. പാട്ടൊക്കെ നല്ലതാ, ആരാധനയൊക്കെ നല്ലതാ, അതെല്ലാം വചനബോധപ്രകാരമായിരിക്കണം. ഞങ്ങൾ മുമ്പ് എക്സസൈസ് ചെയ്യാൻ പോകുന്ന നേരത്ത് ഞങ്ങളുടെ ട്രെയിനർ പറയുമായിരുന്നു, ഓരോ വ്യായാമം കാണിച്ചു കഴിയുമ്പോൾ ആ വ്യായാമം അതിൻ്റെ മുറപ്രകാരം ചെയ്യണം, ഇല്ലെങ്കിൽ അതുകൊണ്ട് ദോഷമേ ഉണ്ടാവുള്ളൂ. അതുപോലെ പെന്തക്കോസ്തുകാരായി നമ്മൾ വചനം അനുസരിച്ച് ജീവിച്ചില്ലെങ്കിൽ അത് ദോഷമേ നമുക്ക് സംഭവിക്കത്തുള്ളൂ. അതുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാനിവിടെ ഉപസംഹരിക്കുകയാണ്. നീതീകരണം, വിശുദ്ധീകരണം, തേജസ്കരണം. നീതീകരണത്തെക്കുറിച്ച് 1-ാമത്തെ എപ്പിസോഡ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. 2-ാമത്തെ എപ്പിസോഡിൽ വിശുദ്ധീകരണം നമ്മളുടെ ഭാഗത്ത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. ഓരോ വിശ്വാസികളും, ഓരോ ദൈവമക്കളും, ഓരോ ദൈവകുഞ്ഞുങ്ങളും വചനമനുസരിച്ച് ജീവിച്ചു കൊണ്ടിരിക്കണം. കുടുംബജീവിതം, സമൂഹ ജീവിതം, ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലുമുള്ള അപ്പോസ്തലന്മാരുടെ ഉപദേശം നമ്മൾ കേട്ടനുസരിക്കുമ്പോൾ വിശുദ്ധീകരണം കിട്ടിക്കൊണ്ടിരിക്കും. അങ്ങനെ വിശുദ്ധീകരണം കിട്ടിക്കൊണ്ടിരിക്കുന്നവൻ തേജസ്കരണത്തിലേക്ക് നടത്തപ്പെടും. ആ ദൈവത്തിൻ്റെ ഭാഗത്തു നിന്ന് ദൈവം ചെയ്യുന്നതാണ്. ആദ്യത്തെ 1-ാമത്തതും 3-ാമത്തതും കർത്താവ് ചെയ്യുന്നതാണ്. 2-ാമത്തെ പരമപ്രധാനമായ നമ്മുടെ ഭാഗത്തു നിന്ന് ചെയ്യേണ്ട ഘനമായ ഉപദേശം ഇന്ന് തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. പത്യോപദേശം തള്ളിക്കളഞ്ഞതോടുകൂടി ഈ ഘനമായ ഉപദേശത്തിന് കോട്ടം സംഭവിച്ചു. ഇന്ന് രാത്രികാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ഞാനത് ശക്തിയോടെ പ്രസ്താവിക്കുന്നു. ദൈവസഭകൾ ഈ ഉപദേശം കേട്ട് അനുസരിക്കണം. അനുസരണം പ്രാപിച്ച് വിശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ടിരിക്കണം. ഓരോ നിമിഷവും, ഓരോ ദിവസവും, ഓരോ ആഴ്ചയും, ഓരോ മാസവും, ഓരോ വർഷവും വിശുദ്ധീകരണം പ്രാപിച്ച് കർത്താവ് വരുമ്പോൾ നിത്യജീവനിലേക്ക് നമ്മൾ പ്രവേശിക്കും. ഇതൊന്നും ചെയ്യാതെ ചുമ്മാ ആൾക്കാരെ കൂട്ടി വരുത്തി സ്തോത്രാഴ്ചയും മേടിച്ച് ഞായറാഴ്ച ഒരു ഡപ്പാങ്കുത്ത് കുറേ പാട്ടും പാടി കുറേ സങ്കീർത്തനവും വായിച്ച് കുറേ ബഹളം വെച്ച് പോയാലൊന്നും നിത്യജീവൻ കിട്ടത്തില്ല. ഞാനിത് പരിഹസിച്ച് പറയുകയല്ല, വേദനയോടെ, സങ്കടത്തോടെ, കരഞ്ഞുകൊണ്ട് പറയുക. അതുകൊണ്ട് കൈകൂപ്പി ഞാൻ പറയുക, ദൈവമക്കളെ, നിത്യതയിൽ പോകണമെങ്കിൽ നീതീകരണം, വിശുദ്ധീകരണം, തേജസ്കരണം എന്ന ഉപദേശം നമ്മൾ പഠിച്ചിരിക്കണം. ഞാനീ പറഞ്ഞത് വെറും ഷോർട്ടായിട്ട് പറഞ്ഞാൽ ഇതിനെ ബഹുത്തായ 3-4-5 എപ്പിസോഡായി അല്ലെങ്കിൽ ഒരു വലിയ സെമിനാറായി പഠിപ്പിക്കേണ്ട വിഷയങ്ങളാണ്. അത് ചെയ്തിട്ടുണ്ട്. അതിനുള്ള അവസരങ്ങൾ വരുമ്പോൾ, നിയോഗങ്ങൾ വരുമ്പോൾ അത് ചെയ്യും. ഇപ്പോൾ ദൈവാത്മാവ് ഒരു നിയോഗം തന്നതുകൊണ്ട് ഈ എപ്പിസോഡ് 2 ചെയ്യുകയാണ്. അതുകൊണ്ട് കൈകൂപ്പി ഞാൻ പറയട്ടെ, കർത്താവ് വരാറായി, കാഹളം ധരിക്കാറായി. നീതീകരണം, വിശുദ്ധീകരണം, തേജസ്കരണം എന്നുള്ള ഉപദേശം ഒരളവിൽ നമ്മൾ കേട്ടു. അതനുസരിച്ച് ജീവിച്ച് ഇത്രയ്ക്ക് വേണ്ടി വരുവാൻ സർവശക്തനായ ദൈവം കൃപ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ, 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 ആമേൻ. സ്തോത്രം, സ്തോത്രം.